പിന്നെ ഇനിയിപ്പം നേരത്തെ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ ജയരാജേശ്വരന്റെ മോള് ഒരു പാട്ട് പാടി ഈ പാട്ട് കാണാൻ അറിയത്തില്ല. ഏതാണ് പാട്ട്? ശരി പാടിക്കോളൂ. അത് നമ്മൾ ഞാൻ മൊബൈലിൽ നോക്കിയാ പാടണം. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, വെളുത്ത ഭസ്മക്കുറി പോലെത്തി കറുത്ത പാടുണ്ടേ, വെളുത്ത ഭസ്മക്കുറി പോലെത്തി കറുത്ത കാടുണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, കൂടുതലുണ്ടു കുറുമ്പാ കൊമ്പൻ കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ. ജയരാജവാരിസാറിന്റെ മകളുടെ പാട്ട് എനിക്ക് നല്ലപോലെ കവിത പഠിക്കാൻ പറ്റിയില്ല സാറേ, അങ്ങനെ ഒരു ദോഷം എനിക്ക് ഉണ്ടായി. പക്ഷേ വരികൾ നല്ലകൂടെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു നന്നായി പാടാമെന്നായിരുന്നു എനിക്ക് ധാരണ. പക്ഷെ നിങ്ങളെ പോലുള്ള ഒരു മഹാരഥന്മാരുടെ മുമ്പിൽ ഇരുന്ന് എനിക്കിതൊക്കെ ചെയ്യാനാണ് ഞാനൊത്തിരി സന്തോഷം. മലയാളത്തിന്റെ ഞാൻ എവരെയും പരിചയപ്പെടുത്തല്ലേ, ശൂരനാട്ടുകാർ കാണുന്നവർ കണ്ടു. ശൂരനാട് പിന്നെ ഞാന് മലയാള സിനിമയുടെ ഒരു പ്രമുഖ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും ഒക്കെ മുമ്പിൽ നിന്ന് ഒരു കവിത പാടാനും ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം കാണാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ.